മറ്റൊരു മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഡെലിവറൻസ് സീരീസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ പിശാചിൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പിശാചിനെ കുറിച്ച് പറയുമ്പോൾ ദൈവം ഉണ്ടെങ്കിൽ പിശാചുമുണ്ട്. അത് ആർക്കും കാണാൻ പറ്റാത്തൊരു അരൂപിയാണ്. എന്നാൽ അതിൻ്റെ പല മാനിഫെസ്റ്റേഷൻസ് ആളുകൾ കാണുന്നുണ്ട്. അതിൻ്റെ പല പ്രവർത്തനങ്ങൾ ഇന്ന് ആളുകൾ കാണുന്നുണ്ട്. നിങ്ങളെ നിയന്ത്രിക്കുന്നത് ദൈവമാണോ പിശാചാണോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുക. നിങ്ങൾ നേരിടുന്ന പ്രവൃത്തികളാണ് അതിന് ഒരു എക്സാമ്പിളായിട്ടിരിക്കുന്നത്. ബൈബിളിലെ 1-2 വാക്യങ്ങൾ ഇതുമായിട്ട് ചേർന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റി നടക്കുന്നു. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ. അപ്പോൾ ഒരു പിശാച് അലറുന്ന സിംഹം പോലെ നമ്മുടെ പ്രതിയോഗിയായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് എപ്പോഴും അവൻ്റെ തന്ത്രങ്ങൾ നടത്തി നമ്മളെ വീഴ്ത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എഫേസ്യർ 4:27 പിശാചിന് ഇടം കൊടുക്കരുത് എന്നാണ് പറയുന്നത്. ചെറിയൊരു ഇടം കൊടുത്താൽ മതി. ഒരു സൂചി കടത്താനുള്ള ഇടം കൊടുത്താൽ അവനവിടെ വലിയൊരു തൂമ്പ കടത്തും എന്ന് പറയുന്നത് പോലെ പിശാചിന് ഇടം കൊടുക്കരുത്, അവസരം കൊടുക്കരുത്, സ്ഥാനം കൊടുക്കരുത്. ഇടം കൊടുക്കരുത്, അവസരം കൊടുക്കരുത്, സ്ഥാനം കൊടുക്കരുത്. പിശാച് എപ്പോഴും വശീകരിക്കാനായിട്ട്, ഹൃദയത്തെ വശീകരിക്കാനായിട്ട് ശ്രമിക്കും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തിരുവചനം അവിടെ ഹൃദയങ്ങളിലെ ദൈവം വിതച്ചിരിക്കുന്നു. എന്നാൽ ഒരു പറവ വന്ന് കൊത്തിക്കൊണ്ടു പോകുന്നത് പോലെ ആ ദൗത്യം പിശാച് ചെയ്യുന്നു. ആ ദൈവത്തിൻ്റെ വചനങ്ങൾ വന്ന് അത് കൊത്തിക്കൊണ്ടു പോകുന്നു. വചനം നമ്മൾ ഓർക്കാതെ പോകുന്നു. അങ്ങനെ ജീവിതത്തിൽ നിന്ന് വചനം വിട്ടു പോകുമ്പോൾ തെറ്റിലേക്ക് അകപ്പെടുകയും പാപത്തിലേക്ക് വീഴുന്ന പ്രവണത വിശ്വാസികളുടെ ഇടയിലും ഇന്നുണ്ടാകുന്നു. എന്നാൽ ഞാൻ ഇന്ന് ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ പൈശാചി അറ്റാക്കുകൾ ഇന്ന് വിട്ടുപോകും. ഞാൻ കുറച്ച് കഴിയുമ്പോഴേ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഡിസയറോടുകൂടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ആ പൈശാചി ശക്തികൾ, ആ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. നമ്മൾ ഉപവാസത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ചിന്തിച്ച എപ്പിസോഡിൽ പറഞ്ഞു, ഉപവാസത്തോടും പ്രാർത്ഥനയോടും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകുകയില്ല. ശിഷ്യന്മാർ യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ചന്ദ്രരോഗം ബാധിച്ച ഒരു കുഞ്ഞിനെ അവിടെ നിന്ന ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർ യേശുവിൻ്റെ നേരെ അപ്രോച്ച് ചെയ്യാണ്. ഈ രോഗം മാറുന്നില്ല, ഇവർ നോക്കിയിട്ട് മാറുന്നില്ല, എന്താണ് കാരണമെന്ന് ചോദിച്ചിട്ട് യേശു അപ്പോഴേ പറയുന്നൊരു വാക്കാണത്, ഈ ജാതി വിശ്വാസത്താലും ഉപവാസത്താലും പ്രാർത്ഥനയും അല്ലാതെ വിട്ടുപോവുകയില്ല എന്ന്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, ആരെങ്കിലും വലിയൊരു നിരാശയിലെ പിശാചിൻ്റെ വലിയൊരു കെട്ടിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സഹവിശ്വാസികളുമായിട്ട്, കൂട്ടുവിശ്വാസികളുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ചർച്ച് ലീഡേഴ്സുമായിട്ടിരുന്ന് ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരുന്ന് അതിന് ജയമെടുക്കേണ്ട ഏറ്റവും ആവശ്യമാണ്. വചനം സകല ജ്ഞാനത്തോടു കൂടിയും ഹൃദയത്തിൽ പ്രവർത്തിക്കണം. വചനം പ്രവർത്തിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? പിശാചിൻ്റെ പ്രവർത്തനം, ആ വചനത്തിന് പകരം പിശാച് അവിടെ കയറും. അത് ഹൃദയത്തെയാണ് വശീകരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിലെ അനന്യാസിൻ്റെയും സഫീറയുടെയും ഒരു ഇൻസിഡൻറ്റ് നമുക്കറിയാം. അവിടെ ഹൃദയത്തെ സാത്താൻ വശീകരിച്ചതായിട്ടാണ് പറയുന്നത്. സാത്താൻ വന്ന് അവിടെ ഹൃദയത്തെ വശീകരിച്ചു. ആ വസ്തുക്കൾ വിറ്റതെല്ലാം അവരുടേതായിരുന്നു. അതവർ കുറച്ച് മറച്ചു വെക്കാനായിട്ട് അവിടെ ഹൃദയത്തെ വശീകരിച്ചതായിട്ട് കാണുന്നു. എങ്ങനെയെങ്കിലും നിന്നെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തെ, ആ ദുഷ്ടശക്തി എൻ്റെ കുടുംബത്തെ മുറുക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് പിശാച് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും സാഹചര്യങ്ങൾ വരുമ്പോഴേ നമ്മളതിൽ വശീകരിക്കപ്പെട്ടു പോയി പിശാചിന് തലവെച്ചു കൊടുക്കുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ട്.
അന്നേരം നിൻ്റെ കുടുംബത്തിൽ ഇന്നൊരു അസാധാരണ പ്രവൃത്തി നടക്കുകയും ഈ പൈശാചിക ശക്തികൾ ഒരിക്കലും അവിടെ പ്രവേശിക്കാത്ത രീതിയിൽ കർത്താവിൻ്റെ ബലവും കർത്താവിൻ്റെ ശക്തിയും ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ നിലനിൽക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ദൈവം ഉപയോഗിക്കുന്നവരെ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നവരെ പിശാച് ഏറ്റവും കൂടുതൽ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. ഭവനത്തിലെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പിരിമുറുക്കം, കുഞ്ഞുങ്ങളുടെ കാര്യം, ആത്മീയ വർധന ഇല്ലാതെ ഇരിക്കുന്ന കാര്യം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ കൂടി പലരും കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാനായിട്ടുള്ള ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ ഫൈറ്റ് ചെയ്ത് അതിൽ വിജയിക്കാനായിട്ട് നമ്മൾ സ്വർഗീയമായിട്ടുള്ള ആയുധങ്ങളാണ് പ്രയോഗിക്കേണ്ടത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദൈവവചനം എന്ന വാൾ, ആത്മാവിൻ്റെ വാൾ എടുക്കണം. സത്യം അരക്കി കിട്ടിയ FSR 6-ാം അധ്യായത്തിൽ പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അതിലെല്ലാം ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടതെന്ന്. ഞാൻ അതിലേക്കല്ല ഇപ്പോഴേ കയറുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം നിങ്ങളുടെ ഭവനത്തിൽ വരാൻ പോവുകയാണ്. ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ പിശാച് ഞെരുക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിലിരുന്ന് പ്രാർത്ഥിക്കണം. അതാണ് ഏറ്റവും ആവശ്യം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ആർക്കെങ്കിലും അങ്ങനൊരു പ്രയാസം നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ യെസ് ഓർ നോ എന്ന് ടൈപ്പ് ചെയ്യുക. കാരണം പൈശാചിക ശക്തികൾ നിങ്ങളെ ഞെരുക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് വരുമ്പോൾ തന്നെ അവിടെ ഒരു റിലീസ് ആരംഭിക്കുകയാണ്. കാരണം ഇത് പലർക്കും ഇഗ്നോറൻസിലിരിക്കുകയാണ്, അറിവില്ല. എന്നാലും ഞാൻ എൻ്റെ മുന്നോട്ടുള്ള പ്രയാണം, എൻ്റെ ആത്മീയ വർദ്ധനയുടെ അനുഭവം, അല്ലെങ്കിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ല, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തിക ഞെരുക്കം, അല്ലെങ്കിൽ ഭവനത്തിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇതൊരു പൈശാചിക അറ്റാക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു യെസ് നിങ്ങൾ അതിനകത്ത് ഇടുക. അപ്പോൾ തന്നെ അവിടെ ഡെലിവറൻസ് ആരംഭിക്കുകയാണ്. ചില ആളുകൾ പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ബന്ധനത്തിൽ കിടന്നാണ് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഞാൻ പണ്ട് എൻ്റെ ചെറുപ്പത്തിലെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു വേടൻ വന്നിങ്ങനെ ഈ പ്രാക്കളെ പിടിക്കാനായിട്ട്, ഈ കിളികളെ പിടിക്കാനായിട്ട് വല വിരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പല കിളികളെയും ഇങ്ങനെ വേടൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് അവരൊരു കിളികളെല്ലാം കൂടി ഒരു മീറ്റിംഗ് കൂടിയിട്ട് അവർ പറഞ്ഞു, ഇനിയും ഇങ്ങനെ വേടൻ വന്ന് വല വിരിക്കും, നമ്മൾ ആരും തന്നെ ആ വലയിൽ പോയിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ സമയത്ത് നമ്മൾ പാട്ട് പാടും, വേടൻ വരുമേ വല വിരിച്ചിടുമേ പറന്നു പോയിടുമേ എന്ന് നമ്മൾ പാടും എന്ന് പറഞ്ഞു. അതിന് വേടൻ പണ്ടതുപോലെ വന്നിട്ട് വലയൊക്കെ വിരിച്ചു, അതിനകത്ത് തീറ്റയൊക്കെ വെച്ചു. പക്ഷേ ആരും വരുന്നില്ല, കിളികളെല്ലാം വട്ടമിട്ട് പറക്കുകയാണ്. അവർ പാടുകയാണ് അവിടെ നിന്ന്, വേടൻ വരുമേ വല വിരിച്ചിടുമേ പറന്നു പോയിടുമേ. ഇത് പാടുന്ന സമയത്ത് അങ്ങനെ പാടി 1-2 എണ്ണം വന്ന് ആ വലയിലിരുന്നു. 1, 2 ഇരുന്ന് അവസാനം 3, 4 എല്ലാം കൂടെ കൂട്ടത്തിൽ പഴയതുപോലെ വന്ന് വലയിലിരുന്നു. അതിനും വേടൻ എന്ത് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ, വല വലിച്ചു മുറുക്കി അതിനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ ഇന്നും ഈ ബന്ധനത്തിലിരുന്നാണ് ആൾ പലപ്പോഴും പാടുന്നത്. കർത്താവ് ഞങ്ങളെ വിടുവിക്കുകയും കർത്താവ് നടത്തും എന്നൊക്കെ പറഞ്ഞ് കൈയടിച്ച് പാടുമ്പോഴും ഈ പിശാചിൻ്റെ കെട്ടിലും ബന്ധനത്തിലുമാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകണം. അതുകൊണ്ടാണ് അതിനെപ്പറ്റി നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കണം. നമ്മുടെ ചിന്താ മണ്ഡലങ്ങൾ നമ്മൾ ഏറ്റെടുത്ത്, ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കണം. നിങ്ങൾ പല ശബ്ദങ്ങൾ കേൾക്കുന്നതാണ്, ദൈവത്തിൻ്റെ ശബ്ദം പോലെ തന്നെ പലപ്പോഴും പിശാചിൻ്റെ ശബ്ദവും നിങ്ങൾ കേട്ട് അതിനെ അടിമപ്പെട്ടു പോകുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പൈതലിൻ്റെ ഉള്ളിൽ പിശാച് കടക്കാനായിട്ട് പാടില്ല. അങ്ങനെയെങ്കിൽ അത് നമ്മൾ ഫൈറ്റ് ചെയ്ത് പുറത്താക്കണം. അവൻ പുറത്തുനിന്ന് കുത്തിക്കൊണ്ടിരിക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അവിടുന്ന് ചിലപ്പം ഒരു പൈശാചിക എൻട്രി അവിടെ വരികയാണ്. കാരണം ദൈവത്തിന് വിപരീതമായിട്ടുള്ള കാര്യം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തോടു കൂടി വരുന്നുണ്ട്, പാർട്ട്ണർഷിപ്പോടുകൂടി വരുന്നുണ്ട്, ബിസിനസ് പാർട്ട്നേഴ്സിനകത്തോട് ചേർന്ന് വരുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിലെ പിശാചിൻ്റെ ബന്ധനം മാനിഫെസ്റ്റേഷൻ ഇന്ന് ഉണ്ടാവും. എന്നാൽ ഈ തിരിച്ചറിവ് നമുക്ക് വരികയും ഇതിനെതിരായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുകയും ചെയ്യേണ്ട ഏറ്റവും ആവശ്യമാണ്. കയറിയ ശക്തി അതിനകത്ത് ഇരിക്കാനായിട്ടല്ല, അതിൽ നിന്ന് അതിനെ പുറത്ത് ചാടിക്കാനായിട്ട് ഉണർന്ന് പ്രാർത്ഥിക്കണം. 2022 എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു പൈശാചിക അറ്റാക്ക് ഉണ്ടായത് ഞാൻ ഓർക്കുന്നു. രാത്രി യാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അന്നാണ് ശരിക്കും, നിങ്ങളത് കണ്ടാൽ അത് ഹാലൂസിനേഷനാണ്, ചില തോന്നലാണെന്ന് പറയാം. അന്നാണ് ശരിക്കും ദൈവദൂതനെ കണ്ടത്. ഒരു കറുത്ത ഇരുണ്ട ഒരു ശക്തി വന്ന് ശരിക്കും ഒരു ആത്മീയ യുദ്ധം നടക്കുകയാണ് പ്രാർത്ഥിക്കുമ്പോൾ. വലിയ യുദ്ധം.
എന്നാൽ ദൈവത്തിൻ്റെ വലിയ ദൂതൻ അവിടെ ഇറങ്ങി ആ ദുഷ്ടശക്തിയെ ഓടിച്ച് വിടുന്ന ഒരു കാഴ്ച എനിക്ക് ആത്മാവിൽ കാണാനായിട്ട് പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് അന്ന് തൊട്ട് ഞാൻ പറഞ്ഞു ദൈവദൂതനെ കാണാൻ പറ്റും എന്ന് അന്ന് തൊട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് അതിന് മുമ്പ് അറിയത്തില്ലായിരുന്നു ദൈവദൂതനെ കാണാൻ പറ്റും. ഒരു വലിയ വാറുണ്ടായി. ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്തോടെ വലിയൊരു വാറുണ്ടായി. അവിടെ ഒരു വലിയ ഡെലിവറൻസ് വന്നു. ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ പിറ്റേ ദിവസം അവിടെ വലിയൊരു ഇൻ്റർസീഡ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് മധ്യസ്ഥ വഹിച്ചുകൊണ്ടിരുന്ന ആ വ്യക്തിക്ക് വലിയൊരു ഡെലിവറൻസ് ഉണ്ടായി. അതിനെ തടസ്സപ്പെടുത്താനായിട്ട് പൈശാചി ശക്തികൾ വന്നു കയറിയപ്പോഴേ ശരിക്കും ആ കറുത്ത ശക്തിക്കെതിരായിട്ട് ദൈവത്തിൻ്റെ ദൂതൻ യുദ്ധത്തിൽ വന്ന് അവനെ തോൽപ്പിക്കുന്ന എൻ്റെ കണ്ണാലെ കാണുവാനായിട്ട് സാധ്യമായ ഹല്ലേലൂയ. ഇത് പറയുമ്പോഴേ ആളുകളോട്, വിശ്വാസികളോടോ സമൂഹത്തോടോ പറയുമ്പോഴേ ഇതൊരു ഹാലൂസിനേഷനാണ്, തോട്ടാണ് എന്നൊക്കെ പറയും. എന്നാൽ ബിയോണ്ട് തിങ്സ്, ആത്മീയ ലോകത്തിലുള്ള ഗോളത്തിലുള്ള കാര്യങ്ങളെ കാണാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത അന്നാണ് എനിക്ക് വന്നത്. അതിനു മുമ്പ് എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു. യേശുക്രിസ്തു തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരിലെ ഒരാൾ യൂദയായിരുന്നല്ലോ. യൂദയെ പിശാച് കൊണ്ടുപോയതായിട്ട് നമുക്കറിയാം. പിശാച് ലൂക്കോസ് 22:3 എഴുതിയിരിക്കുന്നത് എന്താണ്? പിശാച് യൂദയിൽ പിശാച് കടന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ 13:2 അത്താഴമായപ്പോൾ പിശാച് ശീമോൻ്റെ മകനായ യൂദ ഇസ്കരിയോത്തവൻ്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കാൻ തോന്നിച്ചിരുന്നു. അപ്പോഴേ പിശാച് തോന്നിപ്പിച്ചു. ഇതിനെ പിശാചിന് ഇങ്ങനെയൊക്കെയുള്ള സംഭവമുണ്ട്. പിശാച് ഉള്ളിൽ കടക്കും. ഒരു ആത്മീയ രൂപിയാണ്. പിശാച് തോന്നിപ്പിക്കും, അല്ലേ? ഇതൊക്കെ ചെയ്യും. ഇന്ന് ഒരുപാട് പേരുടെ ചിന്തകളിൽ പിശാച് കയറുന്നുണ്ട്. ആവശ്യമില്ലാത്ത തോന്നലുകളുണ്ടാവും. പല തോന്നലുകൾ വരും. ആത്മഹത്യ ചെയ്യാൻ തോന്നലുണ്ടാവും, ഗുളിക വിഴുങ്ങാൻ തോന്നലുണ്ടാവും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള തോന്നലുണ്ടാവും. അവൻ്റെ തോന്നലുകൾ, യൂദയ്ക്ക് വന്ന തോന്നലുകൾ, ആ അവസരങ്ങൾ അവന് അത് കട്ട് ചെയ്ത് കളയാൻ, അല്ലെങ്കിൽ വേറൊരു രീതി പറയാൻ ഒരു മാനസാന്തരപ്പെടാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ യൂദ അത് ചെയ്തില്ല. അതിന് പകരം അവൻ പുരോഹിതന്മാരുടെ അരികിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം, എനിക്ക് പൈസ തരണമെന്നാണ് പറഞ്ഞത്. പിശാച് അവനെ തല വെച്ച് കൊടുക്കാനായിട്ട് അവനെ വലിച്ചുകൊണ്ട് പോവുകയാണ്. പിശാച് അങ്ങനെ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. പത്രോസിൻ്റെ കാര്യത്തിൽ തന്നെ പിശാച് നിന്നെ പാറ്റാൻ എന്നോട് അനുവാദം ചോദിച്ചു എന്ന് യേശു പറയുന്നുണ്ട്. അപ്പോൾ പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങൾ ഇന്നും ലോകത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മറന്നു പോരുത്. പിശാചിനെ ദൈവം ജയിച്ചു, മരണത്തെ ജയിച്ചു, പിശാചിനെയും ജയിച്ചു. നമുക്ക് നിത്യജീവൻ ഒരുക്കി തന്നാണ്. എന്നാൽ ഈ പൈശാചി ശക്തികൾ ഇന്നും ലോകത്തിലുണ്ട്. കാരണം ഇന്ന് ഈ ലോകം പിശാചിൻ്റെ അധീനതയിലാണ്. ജഡമോഹം, കൺമോഹം, ജീവനത്തിനുള്ള പ്രതാപം, ഈ കാര്യങ്ങൾ ഇന്ന് ഹൃദയത്തിൽ പിശാച് കൊണ്ടുവന്ന് കുത്തി നിറച്ചുകൊണ്ട് മനുഷ്യനെ സത്യത്തിൽ നിന്നും നീതിയിൽ നിന്നും തെറ്റിച്ച് അവൻ്റെ വഴികളിലേക്ക് നടത്തി അൾട്ടിമേറ്റ്ലി അവൻ ജയിച്ച് ഏത് വിശ്വാസിയെയും അവൻ കൂപ്പ് കുത്തിച്ച് അവൻ കുഴിയിൽ ചാടിച്ച്, തന്ത്രങ്ങളാൽ കുഴിയിൽ ചാടിച്ച് അൾട്ടിമേറ്റ്ലി അവൻ ജയം പ്രഖ്യാപിക്കുന്ന ഒരു പിശാച്. ഇങ്ങനൊരു പിശാചിൻ്റെ കെണിയിൽ നമ്മൾ അകപ്പെടരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് 1 പത്രോസ് 5:8 അവൻ അലറുന്ന സിംഹം പോലെ ആരെ തെറ്റിക്കണമെന്ന് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് പിശാചിന് നിങ്ങൾ ഇടം കൊടുക്കരുത്, അവനെ വിട്ട് ഓടാനായിട്ട് പറയുന്നു. അതുകൊണ്ട് ഇന്ന് നമുക്ക് ചിന്താ മണ്ഡലങ്ങളിലെ ഈ പൈശാചിക ശക്തികൾ വരുമ്പോഴേ അതിനെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണുള്ളത്. അതെങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഉള്ളിൽ ദൈവവചനം, ഈ കിളികൾ അല്ലെങ്കിൽ ഈ പറവ വന്ന് കൊണ്ടുപോകാതെ, പിശാച് വന്ന് കൊണ്ടുപോകാതെ നമ്മൾ ശ്രദ്ധിക്കുക. ദൈവവചനം ദിനം പ്രതി ധ്യാനിക്കുക. രണ്ടാമത് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. പ്രാർത്ഥനയുടെ ശക്തിയിൽ നമ്മൾ ഇരിക്കണം. അപ്പോഴേ രാത്രിയുടെ യാമങ്ങൾ പോലും ദൈവസേനയിൽ നിന്ന് പക്ഷപാതം ചെയ്യുമ്പോഴേ നമുക്ക് ഈ ഫൈറ്റ് ശരിക്കും മനസ്സിലാവും. പൈശാചിക ശക്തി പല മേഖലകളിലും പിശാചിൻ്റെ ശക്തി കുറഞ്ഞു വരുന്ന, അവൻ്റെ ഇൻഫ്ലുവൻസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ധാരാളമായി വ്യാപരിക്കുകയും അവൻ്റെ വചനം നമ്മളിലെ ഫ്രൂട്ട്സ്, ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ആ പിശാചിൻ്റെ ശക്തി കുറഞ്ഞ് എവിടെയൊക്കെ നമ്മൾ യെസ് പറയുന്നു അവിടെയൊക്കെ ജയം വന്നു ചേരുന്നതായിട്ട് നമുക്ക് കാണാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ നിയന്ത്രിക്കുന്ന പിശാചിൻ്റെ ചിന്തകളാണോ അതോ ദൈവിക ചിന്തകളാണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. വചനത്താൽ നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിച്ചുകൊണ്ട്,
ഹല്ലേലൂയ. വചനത്താൽ ഹൃദയം ശുദ്ധീകരിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ, മടുത്തുപോകാതെ പ്രാർത്ഥിക്കാനായിട്ട്, ഉപവാസത്തോടെ പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ തീരുമാനമെടുക്കുന്നെങ്കിൽ ഈ പൈശാചിക ശക്തികളെ മുഴുവനായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇൻഫ്ലുവൻസും ഇല്ലാതെ നിങ്ങൾക്ക് വിജയം പ്രാപിപ്പാനായിട്ട് സാധ്യമാകും. അവന് ഇടം കൊടുക്കരുത്, അവസരം കൊടുക്കരുത്, സ്ഥാനം കൊടുക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ. വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്, പിശാചിന് ഇടം കൊടുക്കരുത്, അവസരം കൊടുക്കരുത്, സ്ഥാനം കൊടുക്കരുത്. പാപത്തിൻ്റെ അടിമയായി കഴിഞ്ഞാൽ, ഏതെങ്കിലും വയസ്സിൻ്റെ അടിമയായി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഗേറ്റ് വേ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അതിൽ കൂടി അവൻ പ്രകേറി നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയും. അതുകൊണ്ട് ഫുൾ സറണ്ടർ, ദൈവസേനയിൽ ഒരു പൂർണ്ണ വിധേയത്വം, പൂർണ്ണമായിട്ടൊരു സമർപ്പണം എന്ന് ദൈവം നിങ്ങളോട് ചോദിക്കുന്നു. ഏതെങ്കിലും ജീവിതത്തിലെ ഏതെങ്കിലും ശൈലികളെ, ചിന്തകളെ, വാക്കുകളെ, ഏതെങ്കിലും ജീവിതത്തിലെ ഏതെങ്കിലും അവസ്ഥകളെ ദൈവസേനയിൽ സമർപ്പിക്കാത്തതുണ്ടെങ്കിൽ ദൈവത്തിലേക്ക് വിനയപ്പെടുത്തുക. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ദൈവമാണ് നിയന്ത്രിക്കേണ്ടത്, പിശാചിൻ്റെ വാക്ക് കേൾക്കാനല്ല. പിശാചുമായിട്ട് ഈ നാളുകളിൽ എൻകൗണ്ടർ ചെയ്ത് ജയിക്കുവാനായിട്ട് കർത്താവെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്ന ദൈവമായിട്ട് സ്തോത്രം. പിശാചിന് ഇടം കൊടുക്കുക, അവനെ വിട്ടോടുവാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നല്ലോ. ഒരിക്കലും ഒരു ഗേറ്റ് വേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാക്കി കൊടുക്കുവാൻ കർത്താവെ ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ഇന്ന് പൈശാചിക പിടിയിൽ അകപ്പെട്ടിരിക്കുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളതൊക്കെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? സകല ജ്ഞാനത്തോടുകൂടിയും ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയങ്ങൾ വസിക്കട്ടെ. യേശു പിശാചിനെ വചനം കൊണ്ട് തോൽപ്പിച്ചെങ്കിൽ ആ വചനത്താൽ ഇന്നും പിശാചിനെ തോൽപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്ന ആ വലിയ ആ കർത്താവിലുള്ള ആശ്രയം ശക്തിയോടുകൂടി നിങ്ങളുടെ ഹൃദയങ്ങൾ വസിക്കട്ടെ. എന്നെ കാണുന്ന കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹൃദയത്തെ ഒരിക്കലും സാത്താൻ വശീകരിച്ചുകൊണ്ട് പോകാൻ കർത്താവെ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏതെങ്കിലും ദുഷ്ടാത്മ ശക്തി ഇന്ന് ഈ ഭവനങ്ങളിൽ ഇടപെടുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവരെ ഫൽസിച്ച് പുറത്താക്കി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തം ഇന്ന് വലിയ വിടുതൽ, എന്നേക്കുമായി തള്ളിയിടുന്ന ദൈവത്തിൻ്റെ വചനവും അവൻ്റെ രക്തവും എന്നേക്കുമായി പിശാചിനെ തള്ളിയിടുന്നു. ആ ഒരു വിശ്വാസം ഞങ്ങളുടെ ഹൃദയങ്ങൾ ധാരാളമായിട്ട് ഈ ദിവസങ്ങളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ദൈവരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. എല്ലാ പൈശാചിക ശക്തികളും വിടുതൽ നീ കൊടുക്കണം. തടഞ്ഞിരിക്കുന്നതൊക്കെ റിലീസ് ചെയ്ത് വിടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർമാനമായി കാണുക. അതുപോലെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ അയച്ചു തന്നാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ ലൈവ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. ഇത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.